കൊച്ചിയിൽ നിന്നാണ്. എൻ്റെ മകൻ്റെ പേര് സിയോൺ എന്നാണ്. എൻ്റെ മകനെയാണ് ഇവിടെ ഞാൻ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു 6 മാസമായിട്ട് അവനിവിടെ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ അവനിവിടെ ഗൈഡ് ചെയ്യണത് ദയാ മാമാണ്. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇപ്പം ആദ്യം ഇവിടെ അവനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ ഹെഡ് കൺട്രോളിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഫിസിയോതെറാപ്പി ചെയ്ത് ഒരു 2 വീക്സ് ആയപ്പോൾ മുതൽ അവൻ കമിഴാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് കമിഴ്ന്ന് ഇപ്പം മാം പറയണതിനനുസരിച്ച് ഉള്ള ഇതിലാണ് അവൻ കമിഴ്ന്ന് നീന്തി തുടങ്ങി. പിന്നെ ഇപ്പം അവൻ സ്വയമായിട്ട് ഇരിക്കാനും തുടങ്ങി. ഇപ്പം പിടിച്ച് നിൽക്കാനുള്ള ഒരു ഇതിലാണ് അവൻ. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടുത്തെ സ്റ്റാഫാണെങ്കിലും ഇപ്പോൾ ദയാ മാമൊക്കെ ആണെങ്കിലും വളരെ സപ്പോർട്ടീവാണ്. അവർ നല്ല ഫ്രണ്ട്ലി ആണ്. നമസ്തേ, ഞാൻ ദയാ മാത്യു, ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ ഇൻചാർജ്. ബേബി സിയോൺ എൻ്റെ അടുത്ത് വരുന്നത് അവന് 1 വയസ്സും 2 മാസവും ഉള്ളപ്പോഴാണ്. ആ സമയത്ത് അവന് ബേസിക് മൈൽ സ്റ്റോൺസായ ഹെഡ് കൺട്രോൾ പോലും പൂർണ്ണമായും ഉണ്ടായിരുന്നില്ല. കമിഴ്ന്ന് വീഴുകയോ ഇരിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. നമ്മൾ അവനെ ഇയർലി ഡെവലപ്മെൻറ്റൽ ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്തി ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് എല്ലാം ട്രെയിൻ ചെയ്തു തുടങ്ങി. ഒരാഴ്ച കൊണ്ട് തന്നെ അവൻ കമിഴ്ന്ന് വീഴുകയും പിന്നെ ബാക്കിയുള്ള മൈൽ സ്റ്റോൺസ് ഓരോന്നായി അച്ചീവ് ചെയ്തു തുടങ്ങി. ഇപ്പോൾ അവൻ സ്വയമായിട്ടിരിക്കാനും നീന്താനും പിടിച്ച് എഴുന്നേക്കാനുള്ള ഒരു സ്റ്റിമുലസും എല്ലാം കാണിക്കുന്നുണ്ട്, പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഓരോരോ സ്റ്റേജായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് നമ്മുടെ സമൂഹത്തിനോട് പറയാനുള്ളത്, കുട്ടികളിൽ സാധാരണയായി കാണുന്ന ഡിലേ ഇൻ മൈൽ സ്റ്റോൺസ്, അതായത് ഹെഡ് കൺട്രോൾ അച്ചീവ് ചെയ്യാനുള്ള താമസം മുതലായവ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 6 മാസമായിട്ടും ചേഞ്ചസ് ഒന്നും കാണുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ സേവനം അഡ്വൈസ് എടുക്കേണ്ടതാണ്. അതിലൂടെ നിങ്ങൾക്ക് ഫിസിയോതെറാപ്പിസ്റ്റ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് മുതലായവരുടെ വിദഗ്ധ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ വളരെ നേരത്തെ തന്നെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും.